أعوذ بالله من الشيطان الرجيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാനിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കുന്ന ആയത്തുകളിലൂടെയാണല്ലോ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ആരാധ്യനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുള്ള മനുഷ്യ ശരീരത്തെ, അതല്ലെങ്കിൽ റബ്ബ് വളരെ കൃത്യമായി തന്നെ ഒരിക്കലും ഹനിച്ചു കളയരുത് എന്ന് പറഞ്ഞ മനുഷ്യനെ വധിക്കാത്തവരാണ്, അന്യായമായി അതിൽ ഒരിക്കലും ഇടപെടാത്തവരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ പാരായണം ചെയ്ത ഈ 68-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിവരിച്ചത്. ഇനി ഈ ആയത്തിൽ തന്നെ ശേഷം പറയുന്ന ഗുണം വലാ യസ്നൂന എന്നാണ്. സന എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചു, പിന്നെ മുളാരിയാണ് യസ്നി. സിന വ്യഭിചാരം. വലാ യസ്നൂന അവർ വ്യഭിചരിക്കാത്തവരുമാകുന്നു. ഇതാണ് മൂന്നാമത്തെ, ഈ ആയത്തിൽ, ഒരൊറ്റ ആയത്തിൽ തന്നെ പറഞ്ഞ മൂന്നാമത്തെ സ്വഭാവ സവിശേഷത. സഹോദരങ്ങളെ, ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ വ്യഭിചാരം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്നാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. വ്യഭിചരിക്കരുത് എന്നതിലപ്പുറം വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്. അപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് എടുത്തു ചാടുകയല്ല ചെയ്യുന്നത്. മറിച്ച് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരുപാട് കവാടങ്ങളുണ്ട്, അതല്ലെങ്കിൽ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെയും ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന, അതിലേക്ക് മനുഷ്യനെ ഒരുക്കി തയ്യാറാക്കുന്ന വഴികൾ മുഴുവനും കൊട്ടിയടക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വഴികൾ, അതിൻ്റെ ഒന്നാമത്തെ വഴി തന്നെ ഇസ്ലാം കാണുന്നത് നോട്ടമാണ്. ആശ വെച്ചുകൊണ്ടുള്ള മനുഷ്യരുടെ നോട്ടമാണ് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഇസ്ലാം നോട്ടം നിയന്ത്രിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കവാടം തന്നെ ഇസ്ലാം അടച്ചു കളയാണ്. ഏതിൻ്റെയും തുടക്കം നോട്ടമാണ്. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നളിരി ഫമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരിശ് ശറരി. എല്ലാ സംഭവങ്ങളുടെയും അപകടങ്ങളുടെയും ഒക്കെ തുടക്കം നോട്ടമാണ്. വലിയ തീപിടുത്തമുണ്ടാകുവാൻ കാരണമാകുന്നത് ഒരു ചെറു തീപ്പൊരിയാണല്ലോ എന്ന് ഒരു കവി അർത്ഥവത്തായ നിലക്ക് സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നത്, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 30-31 ആയത്തുകളിൽ ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്, വിശ്വാസികളായ പുരുഷന്മാരോട് പറയൂ, അവരുടെ ദൃഷ്ടികളിൽ നിന്ന് അവർ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന്. അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അതാണവർക്ക് പരിശുദ്ധിക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുപോലെ തന്നെ സ്ത്രീകളോടും പറഞ്ഞു, നിങ്ങളുടെ ദൃഷ്ടികളിൽ നിന്ന് നിങ്ങൾ താഴ്ത്തണം. സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയൂ പ്രവാചകരെ, അവർ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും. അപ്പോൾ നോട്ടത്തെ അവിഹിതമായ ആശ വെച്ചുകൊണ്ടുള്ള ആ നിലക്കുള്ള നോട്ടത്തെ ഇസ്ലാം എന്ത് ചെയ്യുകയാണ്? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, യാ അലി ലാ തുത്ബിഇൻ നദറ അൻ നദറ ഫഇന്നമാ ലക്കൽ ഊലാ വലൈസത് ലക്കൽ ആഖിറ. മനുഷ്യന്റെ അവൻ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലും വെച്ച് മനുഷ്യൻ വിചാരിക്കാതെ തന്നെ യാദൃച്ഛികമായി നോട്ടം സംഭവിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയൂല. ആ നിലക്ക് അങ്ങനെ യാദൃച്ഛികമായിട്ടുള്ള നോട്ടം, അതിനെ തുടർന്നുകൊണ്ട് വീണ്ടും നോക്കുന്നത് മനഃപൂർവ്വമുള്ള നോട്ടമാണല്ലോ. ആദ്യത്തേത് അങ്ങനെ സംഭവിച്ചു പോകുന്നു, സംഗതിവശാൽ വന്നു പോകുന്ന, പെട്ടെന്നുണ്ടാകുന്ന ഒരു നോട്ടം. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ നോട്ടം, അത് കരുതിക്കൂട്ടിയാണ്, മനഃപൂർവമാണ്. അതാണ് നിയന്ത്രിക്കേണ്ടത്. ഒരു നോട്ടത്തെ അടുത്ത നോട്ടം കൊണ്ട് നീ തുടർത്തരുത്. കാരണം ഒന്നാമത്തേത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന് നീ ഉത്തരവാദിയല്ല. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോഴും നമ്മുടേതായ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലും മേഖലകളിലുമൊക്കെ ഇത് സ്വാഭാവികമാണല്ലോ. എന്നാൽ വലൈസത് ലക്കൽ ആഖിറ, മറ്റേത് അവസാനത്തേത് നിനക്കുള്ളതല്ല. അത് മനഃപൂർവ്വം, അത് ശൈത്താൻ പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണുകൾ മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകും. മനുഷ്യനെ ഒരുക്കും അവൻ്റെ കണ്ണുകൾ. അവൻ്റെ സകല അവയവങ്ങളും യഥാർത്ഥത്തിലുള്ള വ്യഭിചാരം നടക്കുന്നതിൻ്റെ മുമ്പേ അതിലേക്ക് അവനെ ഒരുക്കുന്നുണ്ട് എന്നാണല്ലോ നമുക്ക് ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം രണ്ട് കണ്ണുകൾ, അൽ ഐനാനി സിനാഹുമൻ നദുറു, രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം അവിഹിതമായത് ആ നിലക്കുള്ള നോക്കൽ മുഖേനയാണ്, നോട്ടമാണ്. വല്ലുദുനാനി സിനാഹുമൽ ഇസ്തിമാൾ, രണ്ട് കാതുകൾ ആ നിലക്കുള്ള അശ്ലീല ഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കലാണ്. അതുപോലെ തന്നെ വല്ലിസാനു സിനാഹുൽ കലാം, മനുഷ്യന്റെ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് അവന്റെ സംസാരം, ആ നിലക്കുള്ള സംസാരങ്ങൾ. വൽയദു സിനാഹൽ ബത്ഷു, കൈ കൊണ്ടുള്ള വ്യഭിചാരം, കൈയിൻ്റെ വ്യഭിചാരമാണ് അവിഹിതമായതിനെ സ്പർശിക്കലും പിടിക്കലുമൊക്കെ. വര്യജലു സിനാഹൽ ഖുതാ, കാലിൻ്റെ വ്യഭിചാരമാണ് അതേ അവിഹിതമായതിലേക്കുള്ള കാൽവെപ്പുകൾ നടന്നുപോകൽ. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായി തന്നെ സൂക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വേറൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, സലാസത്തുൻ ലാ തറാ അയ്യുനുഹുമുൻ നാർ, ഐനുൻ ഹറസത് ഫീ സബീലില്ലാഹ് വഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ് വഐനുൻ ഗദ്ദത് അൻ മഹാരിമില്ലാഹ്. മൂന്ന് വിധത്തിലുള്ള കണ്ണുകൾ, ആ കണ്ണുകൾ നരകത്തീ കാണൂല. നരകാഗ്നി സ്പർശിക്കാത്ത കണ്ണുകൾ, അള്ളാഹുവിൻ്റെ പാതയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള കാവൽ നിൽക്കാൻ വേണ്ടി നിയുക്തരായ ആളുകൾ നല്ല ദൃഷ്ടിയോടെ വളരെ സൂക്ഷ്മതയോടെയാണല്ലോ അവർ ഉറക്കമിളച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ
അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകൾ. മൂന്നാമത്തെ കണ്ണിനെ കുറിച്ച് പറഞ്ഞത് വഅയ്നുൻ ഗദ്ദത്ത് അൻ മഹാരിമില്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയ അവിഹിതമാക്കിയ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ പിൻവലിച്ചുകൊണ്ട് ചിമ്മുന്ന, കണ്ണിനെ താഴ്ത്തുന്നവരെന്ന്. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് കുറെ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്. അതിലേക്കുള്ള ഒന്നാമത്തെ കവാടം തന്നെ നോട്ടമാണ്. ആ നോട്ടത്തെ കൺട്രോൾ ചെയ്യുവാനാണ് ഇസ്ലാം പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അവർ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ സൗന്ദര്യത്തെ അവര് പുറമേക്ക് പ്രകടിപ്പിക്കുവാൻ പാടില്ല. അവരുടെ സൗന്ദര്യ പ്രദർശനം അവർ നിർത്തിവെക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, പുറത്തിറങ്ങുമ്പോ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിക്കഴിയണേ. അതായത് വീടുകളിൽ അടങ്ങി ഒതുങ്ങിക്കഴിയണം. അതാണ് ഒരു പെണ്ണിന്റെ പ്രകൃതം. ഒരു പെണ്ണ് എന്ന് പറയുന്നത് വീടകത്തിൽ അടങ്ങി ഒതുങ്ങിക്കഴിയേണ്ടവളാണ്. എന്നാൽ അനിവാര്യമായ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അത് ശർഈയായ ആവശ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പ്രകൃതിപരമായ മറ്റാവശ്യങ്ങളാണെങ്കിലും അവർക്ക് മര്യാദകൾ പാലിച്ചുകൊണ്ട് പുറത്തു പോകുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പുറത്തു പോകുമ്പോ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, ആദ്യകാല ജാഹിലിയത്തിലെ പെണ്ണുങ്ങൾ അവരുടെ മാറ് മറക്കൂല, അവരുടെ കഴുത്ത് മറക്കൂല, അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന്റെ അംഗലാവണ്യം അവർ മറച്ചു വെക്കാതെ അത് പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ പുറത്തേക്ക് ഇറങ്ങിയുള്ള വെലസിനടത്തം. അതേപോലെ പെണ്ണുങ്ങളെ, സ്ത്രീകളെ, നിങ്ങൾ ഇറങ്ങരുത്. ഇതാണ് ഇസ്ലാം. ആ ഒരു വിഷയത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞിട്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, പെണ്ണിനെ വീടിന്റെ 4 ചുമരുകൾക്കകത്ത് തളച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും പല കാര്യങ്ങൾക്ക് വേണ്ടിയും പുറത്തേക്കിറങ്ങിയിട്ട് ഇഷ്ടം പോലെ പരപുരുഷന്മാർക്കിടയിലൂടെ വെലസിനടക്കുന്ന, യാതൊരു രൂപത്തിലുള്ള ലജ്ജയുമില്ലാതെ തങ്ങളുടെ ശരീരത്തിന്റെ അംഗലാവണ്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. സ്വർഗത്തിന്റെ പരിമളം പോലും അത്തരം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. അവർ ഉടുത്തിട്ടുണ്ട്, പേരിന് ഉടുത്തിട്ടുണ്ട്, പക്ഷേ ഉടുക്കാത്തവരെ പോലെ. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മഇലാത്തുൻ മുമീലാത്ത്. അവരുടെ വസ്ത്രധാരണം തന്നെ എങ്ങനെയാണ്? എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? മറക്കേണ്ടത് മറക്കുവാനാണ്, പക്ഷേ മറയുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും അവർ വസ്ത്രത്തിലൂടെ പുറമേക്ക് പലതും പ്രദർശിപ്പിക്കുകയാണ്. ആ നിലക്ക് ഉടുത്തിട്ടും ഉടുക്കാത്തവൾമാരാണവർ. അതുപോലെ തന്നെ നടത്തത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ആ നിലക്കുള്ള വശീകരണത്തിന്റെ സംസാരങ്ങളും ചലനങ്ങളുമൊക്കെ കാണിക്കുന്നവർ. തലയിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിവെച്ച് തലയുടെ വലുപ്പം ഇത്തിരി കൂട്ടുന്ന നിലക്ക് പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെയൊക്കെ ഒരു കുടുമ പോലെ മുന്നിലും അതുപോലെ തന്നെ തലയുടെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ പല വിധത്തിൽ കെട്ടിവെച്ച് ആ രൂപത്തിലൊരൊട്ടകത്തിന്റെ പൂഞ്ഞക്ക് സമാനമായ നിലക്കിങ്ങനെ തലമുടി കൊണ്ട് കാട്ടിവെച്ച് അത് പല രൂപത്തിലും അലങ്കരിച്ച് വെച്ചുകൊണ്ടുള്ള അങ്ങനെയൊക്കെയുള്ള നടത്തം നടക്കുന്ന പെണ്ണുങ്ങൾ ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുന്നതല്ല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണുങ്ങൾക്ക് ലഭിക്കുകയില്ല. ആ സ്വർഗീയ പരിമളം എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം അടിച്ച് വീശുന്ന അനുഭവിക്കാവുന്ന സുഗന്ധമായിട്ട് പോലും അത്ര അയലത്തേക്ക് പോലും അവരെ അടുപ്പിക്കുന്നതല്ല. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ഒരാളെ നയിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഈ ഇറങ്ങി നടക്കലുകൾക്ക്, ഈ പ്രദർശനങ്ങൾക്ക്, ഈ രൂപത്തിലുള്ള നഗ്നത പ്രദർശനങ്ങൾക്ക് അത് കാരണമായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ആ നിലക്ക് മനുഷ്യനെ ആ വിധത്തിൽ അവന് ദുഷിച്ച ചിന്ത മനുഷ്യരിൽ ഉണ്ടാക്കുന്ന നിലക്കുള്ള സുഗന്ധം പൂശി ഉപയോഗിച്ച് ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീയും ഇംറഅത്തിൻ ഇസ്തഅ്തറത് ഫമറത് അലൽ ഖൗമി ലിയജിദൂ മിൻ റീഹിഹാ ഫഹിയ സാനിയ
ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു സമൂഹത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നു, എങ്ങനെ അവൾ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ട്, അവളുടെ നിയത്തെന്താണ്? പരപുരുഷന്മാർ തന്നിലേക്ക് ആകർഷിക്കണം, ആ നിലക്ക് അവർക്ക് നല്ല മണമുണ്ടാകണം എന്ന നിലക്ക് ആ ഒരു ഉദ്ദേശത്തോടുകൂടി, ദുരുദ്ദേശത്തോടുകൂടി അങ്ങനെ സുഗന്ധം പൂശിയിറങ്ങൽ, അത് ഫഹിയ സാനിയ, അവൾ സാനിയത്താണ്, അവൾ വ്യഭിചാരിണിയാണ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും അതിൻ്റെ ഗൗരവമാണ് ആ സൂചിപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, അത് ഒരു ലൈറ്റായിട്ടുള്ള സുഗന്ധങ്ങളൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാം, അതിൽ വിരോധമില്ല. എന്നാൽ ഈ ഉദ്ദേശാർത്ഥമുള്ള ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അത് ഇസ്ലാം കൃത്യമായി തന്നെ വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരുമായി ഇടകലരൽ മൂന്നാമത്തെ ഒരു കാരണമാണ്, മറ്റൊരു കാരണമാണ്. അന്യപുരുഷന്മാരുമായിട്ടിങ്ങനെ ഇടകലരുക, അതൊരു വിഷയേ അല്ലാത്ത നിലക്ക് ആണും പെണ്ണൊക്കെ ഒരുമിച്ച് അങ്ങനെ റോട്ടിലൂടെ നടുക്കുകയും അതുപോലെ തന്നെ യാതൊരു രൂപത്തിലുള്ള അദബും പാലിക്കാത്ത നടത്തം അല്ലെങ്കിൽ ഇടകലരൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന സ്ത്രീകളോട് പറഞ്ഞതെന്താണ്? പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന സ്ത്രീകളോട് പോലും പറഞ്ഞത്, നിങ്ങൾ പുരുഷന്മാരുമായി ഇടകലരാതെ നോക്കണം, നിങ്ങൾ ഒന്നിങ്ങോട്ട് മാറി നിൽക്കണം, നിങ്ങൾ വഴിയുടെ മധ്യത്തിലൂടെ അങ്ങനെ നടക്കരുത്, നിങ്ങൾ ഓരം ചേർന്ന് നടക്കണം. അതൊക്കെ നമ്മുടെ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ്. ആ നിലക്ക് എങ്ങനെയാണോ ആ അദബ് പാലിക്കേണ്ടത്, കഴിയുന്നത്ര അദബ് പാലിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ കൽപ്പന കേട്ട മാത്രയിൽ തന്നെ ആ കാലഘട്ടത്തിലെ സഹോദരിമാർ വഴിയിൽ നിന്ന് ആണുങ്ങളുടെ ഒപ്പം നടക്കുന്ന അതിൽ നിന്ന് മാറിയിട്ട് അവരിങ്ങനെ മതിലുമായി ചേർന്ന് നടക്കാൻ തുടങ്ങി. എത്രത്തോളം അവരുടെ വസ്ത്രങ്ങൾ മതിലിൽ പറ്റിപ്പിടിക്കുന്ന, അതല്ലെങ്കിൽ കൊളുത്തി വലിക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും അവര് ആ ആണുങ്ങൾക്കിടയിൽ നിന്ന് കഴിവതും ഇങ്ങോട്ട് മാറി നിന്നു എന്നർത്ഥം. ഓരോ സന്ദർഭത്തിലും നാം അത് സൂക്ഷ്മത പാലിക്കേണ്ടുന്ന കാര്യമാണ്. മനുഷ്യരെ തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളായ ഓരോന്നിനെയും ഇസ്ലാം എന്ത് ചെയ്യുകയാണ്? അടച്ചു കളഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു അന്യ സ്ത്രീയും ഒരു അന്യപുരുഷനും ഒരിടത്തും തനിച്ചാവരുത്. കാരണം അവിടെ ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഫഇന്ന ശൈത്താന സാലിസുഹുമാ. അവിടെ എന്താണ് പ്രശ്നം? കാരണം പറഞ്ഞത് ശൈത്താൻ അവിടെ മൂന്നാമനായിട്ടുണ്ടാകും. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയുമായി തനിച്ചാവരുത്. കാരണം അവരുടെ രണ്ടാൾക്കിടയിൽ മൂന്നാമനായിട്ട് അവിടെ ആര് പ്രത്യക്ഷപ്പെടും? ശൈത്താൻ പ്രത്യക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ പൈശാചികമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് അത് നിമിത്തമാകും. കുടുംബക്കാരാണ് എന്ന പേരിൽ പോലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇയ്യാകും വദ്ദുഖൂൽ അലൻ നിസാ, നിങ്ങൾ സ്ത്രീകൾ തനിയെ ഇരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഫറഅയ്തൽ ഹംവ, അടുത്ത ബന്ധുക്കൾ, ഭർത്താവിൻ്റെ അനുജൻ, അതുപോലെ തന്നെ ഈ നിലക്കുള്ള അടുത്ത കുടുംബങ്ങൾ, അതാണല്ലോ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത്. ഹംവ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അതിനെക്കുറിച്ച് ഏറ്റവും ഭർത്താവിൻ്റെ അടുത്തയാളുകൾ, ആ നിലക്കുള്ള ബന്ധപ്പെട്ടയാളുകൾ, അവരുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹംവു വൽ മൗത്തൂൻ, അത് മരണാണ്. എന്ന് പറഞ്ഞാൽ തെറ്റുകൾക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആരുമായും തനിച്ചൊരിടത്താവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. അതുപോലെ തന്നെ സ്പർശനം വിലക്കി. നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ തലക്ക് മുകളിലൂടെ ഒരു ഇരുമ്പിൻ്റെ ആണി അടിച്ചിറക്കലാണ് നിങ്ങൾക്ക് വിഹിതമല്ലാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ സ്പർശിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. അങ്ങനെ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാർക്കൊക്കെ പല കാര്യങ്ങളിലും പ്രതിജ്ഞയുടെ വേളയിൽ ബൈഅത്തിന്റെ അവസരത്തിൽ അവിടുത്തെ കരം കൊടുത്തുകൊണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, സ്ത്രീകൾക്ക് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയില്ല, അവർക്ക് ഞാൻ ഹസ്തദാനം ചെയ്യുകയില്ല.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശബ്ദമധുരിമയോടുകൂടെയുള്ള മധുര സംസാരങ്ങളെ ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള കവാടമായി കണ്ടതുകൊണ്ട് അതും വിലക്കിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. അവർ എന്ത് ചെയ്യരുത്? അവരുടെ വാക്കുകൾ കൊണ്ട് നേർമയായ സ്വരം താഴ്ത്തി മധുരമൂറുന്ന സംസാരം സംസാരിക്കരുത്. അത് ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് വേണ്ടാത്ത ചിന്തകളെ ഉൽപ്പാദിപ്പിക്കും. ആ മനസ്സിൽ വേണ്ടാത്ത നിലക്കുള്ള ചില മോഹങ്ങളെ അത് ഉദിപ്പിക്കും. എന്നാലോ അതിൻ്റെ അർത്ഥം കോപാന്ധമായ നിലക്ക് മറ്റേതെങ്കിലും നിലക്ക് സംസാരിക്കണമെന്നാണോ? അല്ല. വഖുൽന ഖൗലൻ മഅറൂഫാ, വളരെ മാന്യമായ നിലക്കുള്ള സംസാരം സംസാരിക്കട്ടെ, അത് പറയണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം ഇതിലേക്ക് എത്തിക്കുന്ന കവാടങ്ങളായതുകൊണ്ട് ഇസ്ലാം വെറുതെ വ്യഭിചരിക്കൂല അല്ലെങ്കിൽ വ്യഭിചാരം പാടില്ല എന്ന് പറയാൻ മാത്രമല്ല ചെയ്തത്. പല രൂപത്തിലുള്ള കടമ്പകൾ കടന്നുകൊണ്ടാണ് ഒരു മനുഷ്യന് വിചാരത്തിലേക്ക് എത്തുക. അത്തരത്തിലുള്ള കാര്യങ്ങളെ എല്ലാം ഇസ്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? വിലക്കിയിരിക്കുകയാണ്. എന്നിട്ടാ പറയുന്നത്, എന്ത്? വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് വളരെ വൃത്തികെട്ട സമ്പ്രദായമാണ്. വസാഅ സബീല, മാർഗത്താൽ ദുഷിച്ചതാണ് എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന കാര്യം ജനങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കാര്യമാണ്, നരകത്തിയിലേക്ക് മനുഷ്യരെ കൂടുതൽ എത്തിക്കുന്ന കാര്യമാണ് എന്നൊക്കെയല്ലേ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അതുപോലെ തന്നെ സൽസ്വഭാവികളായി ജീവിക്കുക, ഇതൊക്കെ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങളെ നരകത്തിയിലേക്ക് അധികവും പ്രവേശിപ്പിക്കുവാൻ നിമിത്തമാക്കുന്ന കാര്യമേതെന്ന ചോദ്യത്തിന് അവിടെ നിന്ന് പറഞ്ഞത് അൽഫമു വൽ ഫർജു എന്നാണ്. മനുഷ്യന്റെ നാവ്, വായ മുഖേന നരകത്തിൽ പോകുന്നു, ലൈംഗികാവയം മുഖേനയും നരകത്തിൽ പോകുന്നു എന്ന്. ഇനി സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യഭിചരിക്കുന്ന വേളയിൽ ഈമാൻ അവനിൽ നിന്ന് ഉയർന്നു നിൽക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മുഅ്മിനായ അവസ്ഥയിൽ, അത്രയും അതിൻ്റെ ഗൗരവം പറയുകയാണ്, മുഅ്മിനായ അവസ്ഥയിൽ അവന് വ്യഭിചരിക്കാൻ കഴിയുകയില്ല എന്ന്. ഏറ്റവും കടുത്ത പരീക്ഷണമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എനിക്ക് ശേഷം ഞാൻ ഒരു ഫിത്നയും ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല. പുരുഷന്മാർക്ക് ഏറ്റവും ദ്രോഹകരമായ ഫിത്ന സ്ത്രീകൾ മുഖേനയുണ്ടാകുന്ന ഫിത്നയോളം മറ്റൊന്നുമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹോദരങ്ങളെ, മനുഷ്യരുടെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന, അവൻ്റെ ശരിയായ നിലക്കുള്ള മനസ്സമാധാനത്തെ തകർത്ത് കളയുന്ന, ആരോഗ്യത്തെ തകർത്ത് കളയുന്ന, സമൂഹത്തിൽ വമ്പിച്ച പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി തീരുന്ന നിലക്കുള്ള പാപമായി ഇസ്ലാം എന്തിനെ വിശേഷിപ്പിച്ചു? വ്യഭിചാരത്തെ വിശേഷിപ്പിച്ചു. അതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കും എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം എന്താണ്? വ്യഭിചാരം അധികരിക്കുന്നത് കൊണ്ട്, ഫാഹിഷത്തുകൾ അധികരിക്കുന്നത് കൊണ്ട് എന്നാണ് അവിടുന്ന് കാരണം പറഞ്ഞത്. ഒരു സമൂഹത്തിൽ ഫാഹിഷത്തുകൾക്ക് വലിയ പ്രചാരം കിട്ടിക്കഴിഞ്ഞാൽ, ആ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, പരസ്യമായ നിലക്കാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ഒരു തിന്മയോട് ഒരു ഭയവും തോന്നാത്ത നിലക്ക് മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് ആ രൂപത്തിലുള്ള അതൊരു തിന്മയാണോ എന്നുവരെ തോന്നിപ്പോകുന്ന അവസ്ഥയൊക്കെ മാറിയിട്ട് അതൊന്നും ഇപ്പോഴത്തെ കാലത്തൊരു തിന്മയായി കാണരുത് എന്ന നിലക്കാണ് വേഷവിധാനത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ സ്പർശിക്കലും അതുപോലെയുള്ള ഇടകലരലുമൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖ് ലഭ്യമാകേണ്ടുന്നൊരു മേഖലയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലം തദ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ
ഇല്ലാ ഫശാ ഫീഹിമുൽ ഔജാഅ് അല്ലതീ ലം തകുൻ ഫീ അസ്ലാഫിഹിം. ഫാഹിഷത്ത് ഏതൊരു ജനതയിൽ പടർന്നു പിടിക്കുന്നുണ്ടോ, ഏതൊരു ജനതയിൽ നീചമായ പ്രവർത്തനങ്ങൾക്ക് പ്രചാരം കിട്ടുന്നുണ്ടോ, അങ്ങനെ പ്രചരിക്കുകയാണെങ്കിൽ ആ പ്രചരണം ഏത് നിലക്കാണ്? അത് പരസ്യമായി ആളുകൾ ചെയ്യുന്നൊരു കാലം വരുന്നു. ആളുകൾക്ക് പറഞ്ഞ ഈ രൂപത്തിലുള്ള കവാടങ്ങളൊന്നും പേടിയില്ല. എല്ലാം അതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളായി മാറുകയാണ്. ആ രൂപത്തിലുള്ളവരെ കാലഘട്ടം വരുമ്പോൾ ഇല്ലാ ഫശാ ഫീഹിമുൽ ഔജാഅ്, അവരിൽ പ്രചരിക്കാതിരിക്കില്ല, പടർന്നു പിടിക്കാതിരിക്കുകയില്ല. എന്ത്? അൽ ഔജാഉ അല്ലതീ ലം തകുൻ ഫീ അസ്ലാഫിഹിം, അവരുടെ മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത നിലക്കുള്ള മഹാമാരികൾ, പമ്പിച്ച പകർച്ചവ്യാധികൾ, അത് മുഖേന ലോകത്ത് പടർന്നു പിടിക്കാതിരിക്കുകയില്ല. പടരും ലോകത്ത് എന്നാണ്. ലൈംഗികമായി കുത്തഴിഞ്ഞുള്ള പരസ്യമായ നിലക്കുള്ള ഇടപെടലുകളും ഇടപാടുകളും വരുമ്പോൾ രാജ്യത്ത് ചികിത്സയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. മുമ്പുള്ളവർക്ക് പരിചയമില്ലാത്ത രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ലൈംഗികമായ ഒരുപാട് രോഗങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഒന്നിനു പിറകെ മറ്റൊന്നെന്ന നിലക്ക്. പല രൂപത്തിലുള്ള മഹാമാരികളുടെയും ദുരന്തങ്ങൾക്കുമിടയിൽ ആ മേഖലയിലുള്ള പ്രത്യേകമായ രൂപത്തിലുള്ള കാരണങ്ങളാൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാവ്യാധികളും അതുപോലെ തന്നെ മാറാരോഗങ്ങളും, ഇതൊക്കെ ഈ ഫാഹിഷത്തുകൾ പടർന്നു പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതിലൂടെ ലോകത്ത് എന്താ സംഭവിക്കുന്നത്? വ്യഭിചാരത്തിലൂടെ ജാരസന്തതികൾ പെരുകുകയാണ്. ആരാണ് പിതാവെന്നറിയപ്പെടാത്ത കുട്ടികൾ, ഓടയിൽ ഉപേക്ഷിച്ചു പോകുന്ന ജന്മങ്ങൾ, അമ്മത്തൊട്ടിലുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ജന്മങ്ങൾ, കുട്ടികൾ, ധാരാളം സ്ഥലങ്ങളിൽ ക്ലോസറ്റിൻ്റെ അകത്ത് വെച്ച് ശ്വാസം മുട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് കുഞ്ഞിൻ്റെ തല തിരികെ വെച്ച അനുഭവങ്ങൾ, എത്രയെത്ര കുഞ്ഞു ശിശുക്കളുടെ മൃതശരീരങ്ങളാണ് കുപ്പത്തൊട്ടികളിൽ നിക്ഷേപിക്കപ്പെട്ടത്, ഓടകളിലൂടെ വലിച്ചിറങ്ങി ഒഴുകിപ്പോയത്, പലയിടങ്ങളിലും കുഴിച്ചു മൂടപ്പെട്ടത്. അവിഹിതമായ നിലക്ക് പിറന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ അങ്ങനെ നശിപ്പിക്കപ്പെടുന്നവയുണ്ട്, വളർന്നു വരുന്നവരുണ്ട്, തെരുവുകളിൽ കഴിയുന്നവരുണ്ട്, ആയിരക്കണക്കിന് അത്തരത്തിലുള്ള സന്തതികൾ. പല രാജ്യങ്ങളിലും ഇന്നതിൻ്റെ കണക്കുകൾ എടുത്താൽ അത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. നാൾക്ക് നാൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കും ആരോടും കടപ്പാടുകളില്ല, കടമകളില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം സമൂഹത്തെ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അതിനു വേണ്ട രൂപത്തിലുള്ള വെള്ളവും വളവും പകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പെങ്ങളെ ഭോഗിക്കുന്നത് പോലും, ഉമ്മയുമായി രതിയിൽ ഏർപ്പെടുന്നത് പോലും, അമ്മയെ പ്രാപിക്കുന്നത് പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റല്ല. കാരണം തെറ്റ് എന്നുള്ളത് അതൊക്കെ മതബോധമുള്ള പഴഞ്ചന്മാർക്കല്ലേ തെറ്റ്, മതവിശ്വാസികൾക്കല്ലേ തെറ്റ്. ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രവാദികളാണ്, ഫ്രീ സെക്സിൻ്റെ അനുയായികളാണ്, മറ്റുള്ളവരൊക്കെ പഴഞ്ചന്മാരാണ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് സനാതന മൂല്യങ്ങൾ, എന്ത് നല്ല രൂപത്തിലുള്ള സംസ്കാരങ്ങൾ, അവർക്ക് എല്ലാവരും ഒരേപോലെയാണ്, എന്തും ചെയ്യാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാറി നടക്കുന്ന പറവകളൊക്കെ വേളി കഴിക്കാറുണ്ടോ എന്നല്ലേ പാടി പറഞ്ഞുകൊണ്ടിരുന്നത്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. ഇവിടെ പക്ഷികളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാ, മൃഗലോകത്ത് വിവാഹം നടന്നിട്ടാ. അതുപോലെ സർവതന്ത്ര സ്വതന്ത്രം ഓരോരുത്തർക്കും തോന്നുമ്പോൾ രതിയിൽ ഏർപ്പെടാം, ഒരുമിച്ച് കഴിയാം, ആരുമായും പങ്കിടാം, വേണ്ടെന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാം, ഒഴിവാക്കാം. ഈ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ കുത്തഴിഞ്ഞ ഒരവസ്ഥ ലോകത്ത് സംജാതമായില്ലേ? സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക.
ആ നിലക്കുള്ള പ്രത്യേകമായ ഒരവസ്ഥ വന്നുപെടുമ്പോൾ മുമ്പൊന്നുമില്ലാത്തത്ര വലിയ വലിയ രൂപത്തിലുള്ള മനുഷ്യൻ പകച്ചു നിൽക്കുന്ന രോഗങ്ങൾ ഇറങ്ങും, അത് വരും. ഇന്നും എയ്ഡ്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഞെട്ടാത്തവരാരാ ഉള്ളത്? അതുപോലെ തന്നെ ധാരാളക്കണക്കിന് രോഗങ്ങൾ, എയ്ഡ്സിന് പേരിൽ മാത്രമല്ല, എബോള, അതിൻ്റെ മുമ്പ് അതുപോലെ തന്നെ ഒരുപാട് ലൈംഗിക രോഗങ്ങൾ. മനുഷ്യ സമൂഹത്തോട് തെറ്റായ രൂപത്തിലുള്ള മെസ്സേജുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്യങ്ങൾ. പരിചിതരുമായി നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിലേർപ്പെടാം, പരിചയം വേണമെന്നുള്ള അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാതിരിക്കുക, ഇത്രേ പറയുന്നുള്ളൂ. അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാതിരിക്കുക എയ്ഡ്സിൽ നിന്ന് മോചനത്തിനു വേണ്ടി. മനസ്സിലാക്കുക സഹോദരങ്ങളെ, അത്രത്തോളം ഒരവസ്ഥ സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞു. അതിനാൾ അടുക്കും തോറും വ്യഭിചാരത്തിൻ്റെ ആധിക്യമുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുമാണല്ലോ. എല്ലാം ലൈവായി മനുഷ്യനെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ലോകം, എല്ലാ അർത്ഥത്തിലും കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിന് വലിയ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ലോകം, ഫിത്നയുടെ ലോകം. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ ലം യഫ്ശു ഫീഹിം വലദുസ്സിനാ ഫഇദാ ഫശാ ഫീഹിം വലദുസ്സിനാ ഫയൂശികു അൻ യഅമ്മഹുമുല്ലാഹു അസ്സ വജല്ല ബിഅദാബ്. എൻ്റെ ഉമ്മത്ത് ഖൈറിൽ തന്നെയായിരിക്കും, അവരിൽ ജാരസന്തതികൾ പ്രചരിക്കാത്തിടത്തോളം കാലം എൻ്റെ സമുദായം നന്മയിലായിരിക്കും. നബിതങ്ങൾ പറയാണ്, ജാരസന്തതികളുടെ വർധനവുണ്ടാകുമ്പോൾ പ്രശ്നമാകും. ഫൈദാ ഫശാ ഫീഹിം വലദുസ്സിനാ, ജാരസന്തതികൾ അവരിൽ പെരുകി വർദ്ധിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷകൾ കൊണ്ട് പൊതിയുന്നതാണ്. മൊത്തത്തിൽ ശിക്ഷ ഇറങ്ങും, മൊത്തത്തിൽ അദാബ് ഇറങ്ങും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടേണ്ടുന്നൊരു കാര്യമാണ്, ആർക്കും സംഭവിക്കാവുന്നൊരു കാര്യമാണ്, വളരെ സൂക്ഷ്മത പുലർത്തേണ്ടുന്ന കാര്യമാണ്. അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ ജീവിതത്തിൽ അള്ളാഹു അതിനും തൗബ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ശിർക്കാവട്ടെ, മേൽപ്പറഞ്ഞ ഏതു പാപങ്ങളാവട്ടെ, ഈ പറഞ്ഞ ഏതു പാപങ്ങൾക്കും തൗബയുണ്ട്. അത് അടുത്ത വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തോട് കൃത്യമായി തന്നെ അവൻ്റെ കാരുണ്യത്തിൻ്റെ അപാരത പഠിപ്പിച്ചു തരുന്നുമുണ്ട്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി തങ്ങൾ ചോദിച്ചു, ഏറ്റവും വലിയ പാപം ഏതാണ്? അള്ളാഹുവിന് പങ്കു ചേർക്കൽ തന്നെയാണ് ഏറ്റവും വലിയ പാപം. അതുപോലെ തന്നെ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും, അതിന് നിന്റെ കയ്യിൽ ഉണ്ടാവില്ല, അങ്ങനെ ദാരിദ്ര്യം പേടിച്ചിട്ട് കുഞ്ഞിനെ കൊന്നുകളയുന്നവർ. മറ്റൊന്ന് പറഞ്ഞത് നിന്റെ അയൽക്കാരൻ്റെ ഇണയുമായി അവിഹിതം ചെയ്യുന്നവൻ എന്നാണ്. ആരുമായും വിഭജിക്കുന്നത് മഹാപാപമാണല്ലോ. എന്നാൽ ഏറ്റവും വിശ്വസ്തനായിട്ട് കാണുമല്ലോ ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയെ ആ നിലക്കല്ലേ കാണുന്നത്. ആ വിശ്വാസവഞ്ചന കൂടി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നത് അതീവ ഗുരുതരമായ കാര്യമായി കൊണ്ട് ഇതിലും പഠിപ്പിച്ചിരിക്കുകയാണ്. ഐഹികമായ ലോകത്ത് തന്നെയും വളരെയധികം കുറ്റങ്ങൾ ഇസ്ലാം തെളിയിക്കപ്പെട്ട് ഇസ്ലാമിൽ അത് എല്ലാ നിലക്കും 4 സാക്ഷി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരാൾ എറിഞ്ഞുകൊല്ലലോ ഒന്നുമല്ല ഇസ്ലാം വ്യഭിചാരത്തിന് നിശ്ചയിച്ചത്. വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണമെന്നും അവിവാഹിതരാണെങ്കിൽ 100 അടി അടിക്കണമെന്നും 1 വർഷത്തേക്ക് അവരെ നാടുകടത്തണമെന്നുമൊക്കെയുള്ള ആ വിഷയത്തിലുള്ള നിയമങ്ങൾ ഇസ്ലാമികമായി നമ്മളെല്ലാവരും കേട്ടതാണ്. അത്രയും ആ വിഷയത്തിൽ ദുന്യാവിൽ തന്നെയും കഠോരമായ നിലക്കുള്ള ശിക്ഷയാണ് ഇസ്ലാം നിശ്ചയിച്ചത്. അതിനൊക്കെ എന്ത് വേണം? കൃത്യമായി തന്നെ തെളിയിക്കപ്പെടുന്ന നിലക്കായിരിക്കണം. ആ തെളിയിക്കപ്പെടേണ്ടുന്ന രീതി പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്തിനാ? പിൽക്കാലത്ത് ഇസ്ലാം വിമർശകന്മാർ ഈ രൂപത്തിലുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് ഇസ്ലാം ക്രൂരമാണെന്ന് പറയാതിരിക്കാൻ തന്നെയാണ്.
ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ്, സ്നേഹത്തിൻ്റെ മതമാണ്. അതിലെ നിയമങ്ങളൊക്കെ എല്ലാ കാലത്തേക്കും യോജിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കാലത്തേക്ക് യോജിച്ച് വേറൊരു കാലത്തേക്ക് യോജിക്കാത്ത നിയമങ്ങളല്ല ഇസ്ലാമിലുള്ളത്. വളരെ കൃത്യമായി തന്നെ ഇസ്ലാം അത് പഠിപ്പിച്ചു. പാരത്രികമായ ലോകത്ത് നരകാഗ്നിയിൽ കടുത്ത ശിക്ഷയാണെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാണിക്കപ്പെട്ട സ്വപ്നത്തിൽ. അടിഭാഗം പരന്ന് വിശാലമായ ഒരു പ്രത്യേകമായ അടുപ്പ്, അതിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാര് വെന്തുരുകി കത്തിക്കപ്പെടുന്നു. ചൂടിൻ്റെ അസഖ്യത കൊണ്ട് മുകൾ ഭാഗം ഇടുങ്ങി വന്നിട്ടുള്ള ആ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു ചാടാൻ ഒരുങ്ങുമ്പോഴേക്കെല്ലാം അവരെ വീണ്ടും ആ അഗ്നിയിലേക്ക് തന്നെയും തിരിച്ച് വിടുന്നു. അവരുടെ അട്ടഹാസങ്ങൾ മുഴങ്ങുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള വ്യഭിചാരികളായ ആളുകൾക്ക് അവർ പശ്ചാത്തപിച്ചു മടങ്ങാതെയാണ് ഈ ലോകത്തിരുന്ന് പോയിട്ടുള്ളതെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ നിലക്കുള്ള ശിക്ഷയാണ് എന്ന് ഗൗരവത്തോടുകൂടെ ഇസ്ലാം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇസ്ലാം പറഞ്ഞ് തെറ്റായ കാര്യം ഫാഹിഷത്ത് ഇതിൽ തന്നെ പെടുന്നതാണ്. സ്വവർഗരതി, ആണും തമ്മിലും പെണ്ണും തമ്മിലുമുള്ള അവരുടേതായ ജീവിതം, ആ രൂപത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം ഒരു സമൂഹത്തെ തന്നെ കീഴ്മേൽ മറിച്ചിടുവാൻ നിമിത്തമായി തീർന്നിട്ടുള്ള ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സദൂം നിവാസികളെ അതികഠിനമായ ശിക്ഷക്ക് ലോകത്തിന് മുഴുവൻ പാഠമാകുന്ന നിലക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്വവർഗരതി എന്ന് പറയുന്ന മോശപ്പെട്ട പ്രവർത്തനം ലോകത്തിന് മുഴുവൻ പാഠമാകുന്ന നിലക്കുള്ള ഗുരുതരമായ ശിക്ഷയാണ് അവർക്ക് ലഭിച്ചത്. കഠിനമായ ശിക്ഷയാണ് ലഭിച്ചത്. അവരുടെ കണ്ണിൻ്റെ കാഴ്ചകൾ ആദ്യം പോയി, കുരുടന്മാരായി അവർ. ശക്തമായ നിലക്കുള്ള ഒരു ഇടിത്തി അവരിൽ വന്നു. പിന്നെയോ അതിശക്തമായ നിലക്കുള്ള അവരെ കീഴ്മേൽ മറിക്കപ്പെട്ടു. എത്രത്തോളം അതികഠിനമായ നിലക്കാണ് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ അതും ഇന്ന് സമൂഹത്തിൽ പ്രചാരം നേടുന്നു. അത്തരത്തിലുള്ള സ്വവർഗാനുരാഗികൾക്ക് സംഘടനകളുണ്ട്, പത്രമാസികകളുണ്ട്, അവർക്ക് വേണ്ടി വാദിക്കുന്ന അത്തരത്തിലുള്ള നിയമങ്ങളുണ്ട്, അവർക്ക് അനുകൂലമായ നിയമങ്ങളുണ്ട്. അവരുടേതായ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് പ്രത്യേകമായ സംഘടനകളും ആളുകളുമൊക്കെയുണ്ട്. കാരണം അതും ഒരു അവകാശമായിട്ടാണ് ലോകത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പറഞ്ഞത് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. ആരെങ്കിലും അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് എന്ന് ഗൗരവത്തോടുകൂടെ ഇസ്ലാം പറഞ്ഞത് എന്താണ്? ആരെങ്കിലും അത് ചെയ്യുന്നതായാൽ, മേൽ പറഞ്ഞ 3 കാര്യം എന്ത്? അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, മനുഷ്യവധം, വ്യഭിചാരം. ഈ 3 ആരെങ്കിലും ചെയ്യുന്നതായാൽ, വലാ യസ്നൂനാന്ന് കഴിഞ്ഞിട്ട് ആരെങ്കിലും അത് ചെയ്യുന്നതായാൽ, അത് 3 ചെയ്യുന്നതായാൽ അവൻ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവൻ കണ്ടെത്തുന്നതാണ് അസാമാ, ചെയ്തതിൻ്റെ ശിക്ഷയായ നിലക്ക് കുറ്റം അവൻ കണ്ടുമുട്ടുന്നതാണ്. അവൻ കുറ്റം കണ്ടെത്തുന്നതാണ് എന്നാണ് ശരിക്കർത്ഥം. അവൻ കണ്ടെത്തുന്നതാണ്, അസാമ കുറ്റം കണ്ടെത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ, കുറ്റം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ അവൻ കണ്ടെത്തുന്നതാണ്. അതാണ് തുടർന്നുകൊണ്ട് അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ പറയുന്നത്. യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ, ഇരട്ടിക്കരട്ടിയാക്കും അവന് ഖിയാമത്ത് നാളിൽ ശിക്ഷ. മാത്രമല്ല നിന്ദ്യനായ നിലക്ക് അതിലവൻ ശാശ്വതനായിരിക്കും എന്നൊക്കെയാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. എന്നാൽ തുടർന്നുകൊണ്ട് പശ്ചാത്തപിച്ച ആളുകൾ അതിൽ നിന്നൊഴിവാണ്. അതിൻ്റെ വിശദവിവരങ്ങളും മറ്റു കാര്യങ്ങളും അടങ്ങുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അടുത്ത അവസരത്തിലൂടെ നമുക്ക് വിവരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും ഫദലും നിമിത്തം അവൻ നമുക്കെല്ലാം പുറത്തു തരികയും ചെയ്തുകൊണ്ട്
നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദുർ റഹ്മാനിൻ്റെ സവിശേഷതകൾ നമ്മുടെയും ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ അനുഗ്രഹത്താൽ നമുക്കും അത് ആ രൂപത്തിൽ തന്നെ ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് സ്വർഗം നൽകുകയും നരകത്തിയിൽ നിന്ന് നമ്മെയും അവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.